ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ എസ് എ പാർട്ടിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മീഡിയൻ കാണാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ട് രീതിയിൽ അത് ചോദിക്കാറുണ്ട്. ഒന്ന്, നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒജേഴ്സിൽ നിന്ന് കാണാൻ വേണ്ടിയും ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീഡിയൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂസിന്റെ കേസാണ്. കണ്ടിന്യൂസിന്റെ കേസ് ആണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് ഇൻക്ലൂസീവ് ക്ലാസ് ആണെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ് ആയിട്ട് മാറ്റണം. ഇവിടെ ഓൾറെഡി എക്സ്ക്ലൂസീവ് ക്ലാസ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? മീഡിയന്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസിന്റെ കേസിൽ മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് എം ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എഫ്. ഇതാണ് നമ്മൾ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് n by 2, അതായത് മീഡിയന്റെ ക്ലാസ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ n by 2 കാണേണ്ടതായിട്ടുണ്ട്. സോ ഇതേപോലെ ഒരു ടേബിളാണ് ഫസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഈ ക്ലാസ്സുകളും ഫ്രീക്വൻസികളും ഓൾറെഡി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇനി സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ആദ്യം 2, പിന്നെന്താണ് 2 + 7 9 + 15 അപ്പോൾ 24 + 10 ചെയ്യുമ്പോൾ 34 + 11 ചെയ്യുമ്പോൾ 45 + 5 ചെയ്യുമ്പോൾ 50. സോ 50 ആണ് ഇവിടെ ക്യാപിറ്റൽ എൻ, അതായത് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ n by 2 എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 നമുക്ക് കിട്ടും. അപ്പോൾ ഈ 25 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 25 തൊട്ടിട്ട് 34 വരെ നമ്മൾ 30 to 40 എന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത്. സോ അതാണ് മക്കളെ നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് വരുന്നത്. മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയാണ്. നമുക്ക് എന്തൊക്കെ വേണം? ലോവർ ലിമിറ്റ് വേണം. n by 2 കിട്ടിയിട്ടുണ്ട്, 25 ആണെന്ന് അറിയാം. എം വേണം, സി വേണം ആൻഡ് എഫ് വേണം. എന്താണ് ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലോവർ ലിമിറ്റ് ആണ്. നമ്മൾ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെയാണ് എൽ എന്ന് പറയുന്നത്. അതെന്താണ്? 30 എന്നാണ് വരുന്നത്. അത് 30 ആണ്. ഇനി നെക്സ്റ്റ് എം എന്ന് പറഞ്ഞാൽ നമ്മളെ മീഡിയൻ ക്ലാസ്സിലെ തൊട്ടുമുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. നമ്മളെ മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ടുമുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എം എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് 24. അപ്പോൾ അത് 24 ആണെന്ന് കിട്ടും. ഇനി നമ്മളുടെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ് വരുന്നത്? 40 - 30 10 ആണ് വരുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ് വരുന്നത്. ഇനി ഫ്രീക്വൻസി, അതായത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സിൻ്റെ മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലാട്ടോ, ഫ്രീക്വൻസി അത് എത്രയാണ്? 10 ആണ് വരുന്നത്. സോ അതും കിട്ടി, 10 ആണെന്ന് കിട്ടി. ഇനി എല്ലാതും കൂടെ എന്താ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി, ഈസി അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ 30 + 25 മൈനസ് എം എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10. ഈ 10ഉം 10ഉം ക്യാൻസലായി. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 30 + 25 - 24 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 31 ആണ് നമ്മളുടെ മീഡിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് കേസിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി മീഡിയൻ മറ്റൊരു രീതിയിൽ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ ഒജേഴ്സ് വെച്ചിട്ട് ഒജേഴ്സ് വഴി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾസ് കാണാൻ വേണ്ടിയിട്ട് ഉണ്ട്. അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും സെയിം ഡാറ്റ തന്നെയാണ്. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ്സ് ആയിട്ട് വരുന്ന ആരൊക്കെയാ? 10, 20, 30, 40, 50, 60. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അപ്പർ ലിമിറ്റ്സ് ആണ് വേണ്ടത്. ഇപ്പോൾ 10 മുതൽ 60 വരെ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ അവിടെ വരികയാണെങ്കിലും നമുക്ക് ലോവർ ലിമിറ്റ്സ് ആണ് വേണ്ടത്. ലോവർ ലിമിറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? 0, 10, 20, 30, 40, 50 വരെയാണ് വരുന്നത്. ഇനി അപ്പർ ലിമിറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കാണുന്നത്. അതായത് 10ൻ്റെ താഴെ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട്. ഇനി 20യുടെ താഴെ എന്ന് പറയുമ്പോഴോ 2 + 7 9 ആൾക്കാരുണ്ട്. ഇനി 30യുടെ താഴെ എന്ന് പറയുമ്പോഴോ അപ്പോൾ 2 + 7 + 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. അങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് നമുക്ക് 50 എന്ന് കിട്ടും. നമ്മളുടെ നോർമൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെയാണ് സംഭവം വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അവിടെ നമ്മൾ ലോവർ ലിമിറ്റ്സ് ആണ് നോക്കാം. അതായത് 0ൻ്റെ മുകളിൽ എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും എന്താണ്? 0നെക്കാട്ടും വലുതാണ് വരുന്നത്. സോ അവിടെ എന്താണ്? 50 തന്നെ നമുക്ക് കിട്ടും. ഇനി 10ൻ്റെ മുകളിലേക്കാണെങ്കിലോ അപ്പോൾ 50യിൽ നിന്ന് 2 മൈനസ് ചെയ്യുക, അപ്പോൾ 48 എന്നാണ് കിട്ടുക. അങ്ങനെ ചെയ്തു പോകാം, മൈനസ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ താഴേന്ന് മുകളിലേക്ക് എഴുതിയാലും മതി. അതായത് 50യുടെ മുകളിൽ എത്ര ആൾക്കാരുണ്ട്? 5. ഇനി 40ൻ്റെ മുകളിലാണെങ്കിലോ 5 + 11 16. അപ്പോൾ അതാ 5 + 11 16 + 10 26. ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയാലും നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഒജേഴ്സ് വരയ്ക്കണം. സോ ഒജേഴ്സ് വരയ്ക്കാൻ വേണ്ടി എക്സ് ആക്സിസ് വൈ
വൈ ആക്സിസ്. മാർക്കുകൾ ഞാൻ എക്സ് ആക്സിസിലും നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഞാൻ വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഏതെങ്കിലും ഒരാൾ എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളാണ് എടുക്കുന്നത്. അവിടെ അപ്പർ ലിമിറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള എത്രയാണ്? 10 ആണ്. 10ൻ്റെ നേരെ വരുന്ന എത്രയാണ്? 2 ആണ്. സോ 10ൻ്റെ നേരെ 2 കൊടുക്കാം. സോ 10ൻ്റെ നേരെ 2, 20ൻ്റെ നേരെ 9. സോ 20യുടെ നേരെ നമ്മൾ 9 ആണ് വേണ്ടത്. 20ൻ്റെ നേരെ 9 വന്നു. ഇനി 30യുടെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ 24, 40ൻ്റെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ 34. അപ്പോൾ ഇവിടെ എത്ര വന്നു? ഇവിടെ 24 വന്നു. ഇവിടെ 24 ആണ്. ആൻഡ് ഇവിടെ എത്രയാണ്? 34 ആണ്. നെക്സ്റ്റ് എത്രയാണ്? 45, 50. സോ നെക്സ്റ്റ് 50ന് നേരെ വരുന്നത് 45 ആണ്. 45 വന്നു. ഇതാ 45 വന്നു 50യുടെ നേരെ. ആൻഡ് നെക്സ്റ്റ് എന്താണ്? 60യുടെ നേരെ വരുന്നത് 50 ആണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു സ്ട്രേറ്റ് ലൈൻ, നമ്മൾ ചെറുതായിട്ട് ഒരു ലൈൻ വെച്ചിട്ട് ഈ പോയിന്റ്സ് ഒക്കെ എന്താണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. സോ ഞാനിത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞാനിങ്ങനെ കുറച്ചൊന്ന് ഡാർക്കാക്കി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് എൻ്റെ ലെസ് ദാൻ ഒജു എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ലെസ് ദാൻ ഒജു എന്ന് പറയുന്ന ആൾ. ലെസ് ദാൻ ഒജു, ലെസ് ദാൻ ഒജു. ഇനി ഗ്രേറ്റർ ദാൻ ഒജുവ് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഗ്രേറ്റർ ദാൻ ഒജുവിന് നമുക്ക് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കേണ്ടത്. അവിടെ 0ൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന എത്രയാണ്? 50 ആണ് വരുന്നത്. 0യുടെ നേരെ വരുന്നത് 50 ആണ്. അപ്പോൾ 0ൻ്റെ നേരെ നമുക്ക് 50 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് 10ൻ്റെ നേരെ 48, 10ൻ്റെ നേരെ വരുന്നത് 48 ആണ്. ആൻഡ് 20യുടെ അഗെയിൻസ്റ്റ് 41, പിന്നെ 26, ഇവിടെ 41, പിന്നെ വരുന്നത് 26 ആണ്. 30യുടെ നേരെ വരുന്നത് നമുക്കിവിടെ 26 എന്ന് വരും. ഇനി നെക്സ്റ്റ് 40യുടെ അഗെയിൻസ്റ്റ് ആണെങ്കിലോ 16, 5. 40യുടെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇവിടെ 16 വന്നു. ആൻഡ് ഇവിടെ 5. സോ ഇനി ഇത് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്, പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞാൻ ഈ പ്ലോട്ട് ചെയ്ത എല്ലാ ലൈൻസിലും കൂടെ പോയിന്റ്സിലും കൂടെ എന്താണ് ഇതേപോലെ നമ്മൾ ലൈൻസ് വെച്ച് ജോയിൻ ചെയ്ത്, ഒരിക്കലും സ്കെയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. സ്കെയിൽ യൂസ് ചെയ്യരുത്. നമുക്ക് ഇതേപോലത്തെ ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് വേണ്ടത് നമ്മൾ ഒജൂസിന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രേറ്റർ ദാൻ ഒജു എന്ന് പറയുന്ന ആൾ. ഇതാണ് നമ്മളുടെ ഗ്രേറ്റർ ദാൻ ഒജു. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കാണേണ്ടത്. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നേരെ ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്നൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ മതി. സോ ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്ട്രേറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കാം. സോ ഇതാണ് നമ്മളുടെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മീഡിയൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് എത്രയാണ്? അത് 31 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒജേഴ്സ് വെച്ചിട്ട് മീഡിയൻ കണ്ടത്. സോ 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടുള്ള രീതിയിലും, അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് രീതി എന്ന് പറയുന്നത് നമ്മൾ ഒജേഴ്സ് വെച്ചിട്ടുള്ളതാണ്. സോ ഈ 2 മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, നമ്മൾ എസ് എ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെറ്റ് ആക്കാവുന്നതാണ്. സോ എക്സാമിലേക്ക് ഇതെന്തായാലും പഠിച്ചിരിക്കുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എക്സാമിന് യൂഷ്വലി വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.